സൂയിസൈഡ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. വരാൻ പോകുന്ന പരീക്ഷയിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുമോ എന്ന ആൻസൈറ്റിയുടെ പുറത്ത് സൂയിസൈഡ് ചെയ്യുക, തേപ്പ് കിട്ടിയാൽ സൂയിസൈഡ് ചെയ്യുക, ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ, എനിക്ക് ആരുമില്ല എന്ന് തോന്നൽ ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ, ഇതിനെല്ലാം ആത്മഹത്യ ഒരു പരിഹാരമായിട്ട് കാണുന്ന ഒരു കേരളത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ കയ്യും കാലും മുറിച്ചതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിന് ആത്യന്തികമായ പരിഹാരം ഉണ്ടായി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതോടുകൂടി നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളിലേക്കും തീരാ നോവ് സമ്മാനിച്ചിട്ടാണ് നാം കടന്നു പോകുന്നതെന്ന് നാം മനസ്സിലാക്കുക. വെറുതെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെ പേരൻസ് നമ്മളെ വളർത്തി ഈ ഒരു നിലയിൽ എത്തിക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? സ്റ്റിൽ ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ, രോഗങ്ങളുടെ, ഡിപ്രഷന്റെ ഒക്കെ പേരിൽ ഇന്നും അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ പറ്റി നമുക്ക് എന്തെങ്കിലും ബോധ്യമുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടെ മേഖലകളിൽ നല്ല രീതിയിൽ ഡിപ്രഷനും ആൻസൈറ്റിയൊക്കെ അടിച്ചു തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ജനങ്ങൾക്കും അത്തരത്തിലുള്ള അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അതിനൊക്കെ സൂയിസൈഡ് ആണ് ഏറ്റവും പരിഹാര മാർഗം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാവുമായിരുന്നില്ല. ഇത്ര സ്ട്രഗിൾ അനുഭവിക്കുമ്പോഴും അവർ പിടിച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? ഞങ്ങളുടെയൊക്കെ ജീവിതവും ഇങ്ങനെയൊക്കെ ആയിപ്പോയി, പക്ഷെ എന്റെ സ്വന്തം കുഞ്ഞിന്റെ ജീവിതം ഏറ്റവും സക്സസ് ആകുന്നത് കാണാൻ വേണ്ടിയിട്ട് വലിയ പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു യാത്ര പോവാം, സുഹൃത്തുക്കളുമായി സംസാരിക്കാം. ഇനി അതല്ലാത്ത നൂറുകണക്കിന് വഴികൾ കൗൺസിലേഴ്സ് നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ജീവിതം അവസാനിപ്പിക്കുന്നതിന് പകരം ആ പ്രശ്നത്തെ മുന്നിൽ നിർത്തി അതിനെ ഫയർ ആക്കിയിട്ട് അതിൽ ചലഞ്ച് കണ്ടെത്തി ആ കാണുന്ന പ്രശ്നത്തിൽ വിജയിച്ച് മുന്നേറാൻ വേണ്ടി നോക്കുക.